കഴിഞ്ഞാൽ പലപ്പോഴും റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പം അത് ആ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ജയിക്കുന്നവരുടെ കഥകൾ, ഇപ്പം നമ്മളിപ്പോഴാണ് സംസാരിക്കുന്നതും ജയിച്ച കുട്ടികളുടെ കഥയാണ്. പക്ഷെ ഒത്തിരി കുട്ടികൾ ഈ പരീക്ഷയുടെ പല സ്റ്റേജുകളിലായിട്ട് ഫെയിലാവുന്നുണ്ട്. അപ്പം അവരോട് എന്താണ് നന്ദനയ്ക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിലിയറിൻ്റെ സമയത്ത് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് അന്ന് എനിക്ക് GS നല്ല മാർക്ക് ഉണ്ടായിരുന്നു, CSAT പൊട്ടി. അപ്പോൾ അന്ന് ആദ്യം ഒരു ഡിനയിലായിരുന്നു ഞാൻ ഫെയിലായ സമയത്ത്. കാരണം ഇല്ല, എന്നെ മാത്രം UPSC തോപ്പിച്ചു. പക്ഷേ എനിക്ക് ഞാൻ ഇട്ട എഫേർട്ടിന് അവരെനിക്ക് റിസൾട്ട് തന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരുന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിലിയർ കൊണ്ടാണ് ഞാനിപ്പോൾ 47ാമത്തെ റാങ്കിൽ നിൽക്കുന്നത്. അന്ന് ഞാൻ പ്രിലിംസ് ചിലപ്പോൾ പാസ്സായെങ്കിൽ ചിലപ്പോൾ ഞാൻ മെയിൻസ് പൊട്ടിയേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിയേനെ. ആ പ്രിലിംസ് ഫെയിലിയറിന് ശേഷമാണ് ഞാൻ പിന്നീട് മെയിൻസിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതും മെയിൻസിൽ നല്ല എഫേർട്ട് ഇടുന്നതും പിന്നീട് ഈ അറ്റംപ്റ്റിൽ ഒരുമിച്ച് കയറാൻ തോന്നുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫെയിലിയർ വരുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കി മുന്നിലുള്ള കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ. ഇപ്പോൾ UPSC ആസ്പിറൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രിലിംസ് പൊട്ടിക്കഴിഞ്ഞാൽ മെയിൻസിലും ബാക്കി സ്റ്റേജസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എക്സാമിനെ സമീപിക്കണം എന്ന് തോന്നുന്നു.